Hi dear students, let us talk about statistical thermodynamics. Statistical thermodynamics actually influences many fields of science like biology, physics, chemistry, and in every field the influences of statistical thermodynamics is very huge. അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് ശരിക്കും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ആണ്. ആക്ച്വലി വി ആർ സ്റ്റഡിയിങ് ഓൺലി ദ ഇൻട്രൊഡക്ടറി പാർട്ട് ഇൻ അവർ എൻറ്റയർ സിലബസ്. നമ്മളുടെ മൊത്തം സിലബസിലും നമ്മൾ ശരിക്കും വെറും ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനെ കുറിച്ച് കാണുന്നത്. 1860 മുതൽ 1906 വരെ ജീവിച്ചിരുന്ന ലുഡ്വിഗ് ബോൾട്സ്മാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ലുഡ്വിഗ് ബോൾട്സ്മാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതിന് കൃത്യമായിട്ടുള്ള യാതൊരു പ്രോത്സാഹനങ്ങളും കിട്ടാതിരുന്നു. പക്ഷേ 1906 അദ്ദേഹം മരിച്ചതിന് ശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ പ്രാധാന്യം ലോകം തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുകയും ചെയ്തു. സ്റ്റിൽ ഇറ്റ് ഇസ് എ ഡിബേറ്റബിൾ സബ്ജക്റ്റ് ടു, എങ്കിൽ പോലും ഇതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എന്തായിരിക്കണം ഇതിൻ്റെ തുടക്കം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബുക്ക് ഞാൻ പരിചയപ്പെടാനിടയായത്. ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ആ ബുക്കിലെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആ ബുക്ക് എഴുതിയ ആളുടെ പേരാണ് ഡേവിഡ് എൽ ഗുഡ്സ്റ്റൈൻ. അദ്ദേഹം എഴുതിയ ആ ബുക്കിൻ്റെ പേരാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ലുഡ്വിഗ് ബോൾട്സ്മാൻ, who spent much of his life studying statistical mechanics, died in 1906 by his own hand. Paul Amherst, carrying on the work, died similarly in 1933. Now it is our turn to study statistical mechanics. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, എന്ത് തരത്തിലുള്ള ഇൻട്രൊഡക്ഷനാണിത്? ഇത് ശരിക്കും എന്താണ് നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് ആദ്യമായി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ കുറിച്ച് കേൾക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന മനോവികാരം ഇതായിരിക്കും. ഇത് ഇമോട്ടിക്കോണാണ്, കൃത്യമായിട്ട് അതിനെ യോജിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ബുക്കുകൾ വായിച്ചു നോക്കിയാലും, ഒരു ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാലും, ശാസ്ത്രം പഠിപ്പിക്കുന്ന പുസ്തകങ്ങളെല്ലാം വായിച്ചു നോക്കിയാലും അതിലെല്ലായിടത്തും കാണാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. യു ക്യാൻ സെർച്ച് ഇൻ ഗൂഗിൾ അബൌട്ട് ദിസ് ബുക്ക്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഡേവിഡ് എൽ ഗുഡ്സ്റ്റൈൻ്റെ ബുക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന പിക്ചറുകളിലൊന്ന് ഇതായിരിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് അത്രമാത്രം കോൺട്രഡിക്ടറി ആയിട്ടുള്ള, അത്രമാത്രം മനസ്സിലാക്കാൻ പ്രയാസമുള്ള, അല്ലെങ്കിൽ അത്രമാത്രം ആഴങ്ങളുള്ള ഒരു സബ്ജക്റ്റാണോ എന്നുള്ളതാണ് ചോദ്യം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഡെഫിനറ്റ്ലി ആഴങ്ങളുള്ള ഒരുപാട് തരത്തിലുള്ള മേഖലകളിലേക്ക് കൊണ്ടുപോകത്തക്ക വിധത്തിൽ, ശാസ്ത്രത്തിനെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഏറ്റവും സുന്ദരമായി, ഏറ്റവും രസകരമായി ഇതിനെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നമ്മളൊരു ശാസ്ത്രത്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത്, നമ്മൾ ശാസ്ത്രത്തിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന സമയത്ത്, ശാസ്ത്രം എന്ന് പറയുന്ന മേഖലയിൽ എല്ലാ പ്രോബ്ലവും, ശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് എനർജിയിലാണ്. എനർജി എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മളുടെ ആൻസസ്റ്റേഴ്സിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. എനർജി എന്താണ്, എനർജി എന്ന് പറയുന്നത് എന്തോ ആണ്, എനർജി എന്ന് പറയുന്നത് ഉണ്ട്, പ്രപഞ്ചമാകെ എനർജിയാൽ നിറഞ്ഞിരിക്കുന്നു എന്നെല്ലാം അവർക്കറിയാമായിരുന്നു. പക്ഷേ എനർജിക്ക് പലതരം ഫോമുകളുണ്ട്. എനർജി എന്ന് പറയുന്നത് പല തരത്തിലാണ് ഇരിക്കുന്നത്. അത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, മാഗ്നറ്റിക് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, ടോട്ടൽ എനർജി ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു വസ്തുവിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്നുള്ള കൺസെപ്റ്റിലേക്ക്, അല്ലെങ്കിൽ എനർജിക്ക് പലതരത്തിലുള്ള ഭാവങ്ങൾ, രൂപങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് 1800കളിലാണ് മനുഷ്യൻ സാധാരണയായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്.
അക്കാലങ്ങളിൽ ജീവിച്ചിരുന്ന മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചിന്തയിൽ നിന്നുമാണ്, അല്ലെങ്കിൽ അത്തരം ആശയങ്ങളിൽ നിന്നുമാണ് പിന്നീട് പലതരത്തിലുള്ള എനർജി ഫോമുകളെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായത്. ബാക്ക് ഇൻ 1600 1600 മുതൽ 1700 വരെയുള്ള ഐസക് ന്യൂട്ടൻ്റെ സമയത്ത് പോലും ഈ പലതരത്തിലുള്ള എനർജി ഫോമുകൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ മനുഷ്യനുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാൻ സാധിക്കും പലതരത്തിലുള്ള എനർജി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. ഫോംസ് ഓഫ് എനർജിയുടെ കുറച്ച് റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള എനർജി ഉണ്ട്. റേഡിയൻ്റ് എനർജി, തെർമൽ എനർജി, മെക്കാനിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി, കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ലോട്ട്സ് ഓഫ് ഫോംസ് ഓഫ് എനർജീസ് ആർ അവൈലബിൾ. നമുക്കറിയാം അതിനെപ്പറ്റി വളരെ വിശദമായിട്ട്. ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പറയുന്ന സമയത്ത് ഇത്തരം എനർജികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിവുകൾ വേണമെന്ന് സാധാരണയായിട്ട് പറയാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കെമിക്കൽ തെർമോഡൈനാമിക്സ്, രണ്ടാമത്തതായി ക്ലാസിക്കൽ മെക്കാനിക്സ്, മൂന്നാമത്തത് ക്വാണ്ടം മെക്കാനിക്സ്. എന്താണ് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്നുള്ളത് നമുക്കറിയാം. എനർജിയുടെ പലതരത്തിലുള്ള രൂപങ്ങളെക്കുറിച്ച് കെമിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്കിനെക്കുറിച്ചും ഹീറ്റിനെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്കൽസ് എന്നാണെന്ന് നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചും കൈനറ്റിക് എനർജിയെക്കുറിച്ചും ടോട്ടൽ എനർജിയെക്കുറിച്ചും ആംഗുലാർ മൊമെൻറ്റത്തിനെക്കുറിച്ചും എല്ലാം നമ്മൾ വളരെ വിശദമായി ക്ലാസിക്കൽ മെക്കാനിക്സിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയും. മൂന്നാമത്തത് ക്വാണ്ടം മെക്കാനിക്സ്. സബറ്റോമിക തലത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് വി ഹാവ് ഓൾറെഡി സീൻ ഇൻ അവർ ഏറിയൽ ക്ലാസ്സസ്. അങ്ങനെ ശാസ്ത്രം പഠിക്കുന്ന സമയത്ത്, ശാസ്ത്രത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ കണക്കാക്കുന്നത് രണ്ട് തരത്തിലുള്ള വസ്തുക്കളാണ് പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ്. രണ്ട് തരത്തിലുള്ള വസ്തുക്കൾ, അത് വളരെ വേഗമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് രണ്ട് തരത്തിലുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് കാണാവുന്ന വസ്തുക്കൾ, രണ്ടാമത്തേത് നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കൾ. നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കുന്ന വസ്തുക്കളെയെല്ലാം നമ്മൾ പറയാറുണ്ട് മാക്രോസ്കോപ്പിക് ഓബ്ജക്ട്സ് എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെയെല്ലാം നമ്മൾ പറയുന്ന പേരാണ് മൈക്രോസ്കോപ്പിക് ഓബ്ജക്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻസും ബാക്കി കാര്യങ്ങളുമൊക്കെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മാക്രോസ്കോപ്പിക് എന്നും മൈക്രോസ്കോപ്പിക് എന്നുമുള്ള ലോകം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായി, മൈക്രോസ്കോപ്പിക് വേൾഡിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന തത്വങ്ങൾ, ചിന്തകൾ, തത്വശാസ്ത്രങ്ങൾ, സയൻറ്റിഫിക് ഐഡിയാസ് ഒന്നും തന്നെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ലോകത്തിനെക്കുറിച്ചുള്ള ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യൻ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 തരം ചിന്തകളാണ്, 4 തരം ശാസ്ത്രശാഖകളാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നത്. ഒന്നാമത്തേതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്, രണ്ടാമത്തത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, മൂന്നാമത്തത് ക്വാണ്ടം മെക്കാനിക്സ്, നാലാമത്തത് ക്വാണ്ടം ഫീൽഡ് തിയറി. ഒരു വസ്തുവിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁹ മീറ്ററിൽ എബോവ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വേഗതയേക്കാൾ വളരെ 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 കുറവാണെങ്കിൽ അത്തരം വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ക്ലാസിക്കൽ മെക്കാനിക്കൽ നിയമങ്ങളാണ്. അല്ലെങ്കിൽ അത്തരം വസ്തുവിൻ്റെ ചലനങ്ങളെല്ലാം ക്ലാസിക്കൽ മെക്കാനിക്കൽ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് അതേപോലെ അത്രയും സൈസുള്ള ഒരു വസ്തു, വളരെ വലിയ സൈസുള്ള ഒരു വസ്തു, അതിൻ്റെ സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡിനോളം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിക്സാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത്. അതിലും താഴെ, അതായത് വസ്തുക്കളുടെ സൈസ് എന്ന് പറയുന്നത് 10⁻⁹ മീറ്ററിൽ താഴെയും എന്നാൽ അവരുടെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡിനേക്കാളും വളരെ ചെറുതുമാണെങ്കിൽ അത്തരം വസ്തുക്കൾ എന്ത് തരത്തിലുള്ള ചലന നിയമങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്കൽ ചലന നിയമങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വസ്തുക്കളുടെ സൈസ് കുറയുകയും അവയെന്ന് പറയുന്നത് പലപ്പോഴും അവയുടെ സ്പീഡെന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം വസ്തുക്കളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടി നമുക്ക് ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്ന തിയറി ഉപയോഗിക്കാം. റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ടയാൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതും മാക്രോസ്കോപ്പിക് ആയിട്ടുള്ളതുമായ ലോകത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ഐഡിയ കിട്ടുന്നതിന് വേണ്ടി നമുക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത്തരം ചില ആസ്പെക്റ്റുകളാണ്, ഇത്തരം ചില ചലന നിയമങ്ങളാണ്. എല്ലാം മെക്കാനിക്സ് ആണ്. പലതരം മെക്കാനിക്കൽ നിയമങ്ങളാണ് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചത്.
ശാസ്ത്രജ്ഞന്മാർ മറ്റൊരു രീതിയിൽ പിന്നീട് ശ്രമിക്കുകയുണ്ടായി. ഇത്തരം നിയമങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരൊറ്റ സിദ്ധാന്തമായി അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് വിഖ്യാതനായ സയൻറ്റിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ള സയൻറ്റിസ്റ്റുകൾ ശ്രമിച്ചത് അതിനുവേണ്ടി അത്തരം ചിന്തകൾക്ക് പറയുന്ന, അത്തരം തിയറികൾക്ക് പറയുന്ന പേരാണ് യൂണിഫൈഡ് ഫീൽഡ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നും ശാസ്ത്രലോകം അതിനെ കണ്ടെത്താനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം ചിന്തകളിലൂടെ ഞാൻ പറയാൻ വന്നത് മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കുമായിട്ടുള്ള വസ്തുക്കളുടെ ചലനങ്ങൾ ഇത്തരത്തിലുള്ള 4 നിയമങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ് ടു ദിസ് ടൈം ഞാൻ നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ അത്തരത്തിലുള്ള ഈ 4 തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ, 4 തരത്തിലുള്ള ശാസ്ത്രശാഖകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കുമായിട്ടുള്ള വസ്തുക്കളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മൈക്രോസ്കോപ്പിക്കുമായിട്ടുള്ള വസ്തുക്കളുടെ എന്തൊക്കെ തരത്തിലുള്ള സ്വഭാവമാണ് ഇവരെ കണ്ടുപിടിക്കുന്നത്? ഇവരെല്ലാം കണ്ടുപിടിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഇവരതിൻ്റെ എനർജി കണ്ടുപിടിക്കാറുണ്ട്, സാധാരണഗതിയിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ 1860കളിലും അല്ലെങ്കിൽ 1900കളിലും മറ്റും ഇതായിരുന്നില്ല സ്ഥിതി. ക്വാണ്ടം മെക്കാനിക്സ് ഉദയം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടം. അക്കാലയളവുകളിൽ നമ്മൾക്കറിയാവുന്ന കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന കെമിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ വികാസം പ്രാപിച്ച രൂപത്തിൽ നമ്മൾക്ക് സാധാരണയായി ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ നമുക്കറിയാവുന്നത് അതിൻ്റെ ജനറൽ സൊല്യൂഷൻസ് മാത്രമായിരുന്നു. ഉദാഹരണമായി നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള സൊല്യൂഷനാണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാക്രോസ്കോപ്പിക് ബോഡി ഉണ്ടെന്നിരിക്കട്ടെ, ആ മാക്രോസ്കോപ്പിക് ബോഡിയുടെ ചലനങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നിരിക്കട്ടെ, ആ മാക്രോസ്കോപ്പിക് ബോഡി ഒരു പർട്ടിക്കുലർ രീതിയിൽ ചലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ചലിക്കുന്ന സമയത്ത് അതിൻ്റെ രീതികൾ എന്തായിരിക്കാം, അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കാം, അതിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ക്ലാസിക്കൽ മെക്കാനിക്കൽ ചലന നിയമങ്ങൾ ഉപയോഗിക്കാം. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാസിനെ നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്തു വെച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ, ആ ഗ്യാസ് കണ്ടെയ്നറിൽ എടുത്തു വെച്ചിരിക്കുന്നു, ആ കണ്ടെയ്നറുമായിട്ടൊരു പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്നു എന്നിരിക്കട്ടെ, നമ്മളൊരു ടെമ്പറേച്ചർ ആ കണ്ടെയ്നറിലേക്ക് അപ്ലൈ ചെയ്തു എന്നിരിക്കട്ടെ. തീർച്ചയായിട്ടും ഇവിടെ ടെമ്പറേച്ചർ നമ്മളതിൻ്റെ ഇൻക്രീസ് ചെയ്യിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് തീർച്ചയായിട്ടും പിസ്റ്റണിനെ മുകളിലേക്ക് തള്ളും. ഈ പിസ്റ്റണിനെ മുകളിലേക്ക് തള്ളുമ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ഗ്യാസ് മോളിക്യൂൾസ് ഓവറോളായി എന്തിനെ തള്ളുന്നു എന്നുള്ളതാണ്, പിസ്റ്റണിനെ തള്ളുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടേക്ക് വരുന്നത്. എത്ര ഗ്യാസ് മോളിക്യൂൾസാണ് ഈ പിസ്റ്റണിനെ മുകളിലേക്ക് തള്ളുന്നത് അല്ലെങ്കിൽ എക്സ്പാൻഷന് വിധേയമാവുന്നത്? ഈ കണ്ടെയ്നറിനകത്ത് നിലവിലിരിക്കുന്ന എല്ലാത്തരം ഗ്യാസ് മോളിക്യൂൾസും ഈ എക്സ്പാൻഷന് വിധേയരാകാറുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പിസ്റ്റണിനെ മുകളിലേക്ക് തള്ളാറുണ്ടോ? കൂടാതെ തന്നെ ഈ ഗ്യാസ് മോളിക്യൂൾസിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടാണോ നോൺ ഹോമോജീനിയസ് ആയിട്ടാണോ ഡിസ്പോസ് ചെയ്യപ്പെടുന്നത്? അതായത് എനർജി എല്ലാവരും സ്വീകരിക്കപ്പെടുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊരിക്കലും കെമിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ ശാഖകളിൽ നിന്ന് അല്ലെങ്കിൽ കെമിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ ആസ്പെക്റ്റുകളിൽ നിന്ന് കിട്ടാതെയാവുകയുണ്ടായി. അതായത് കൂടുതൽ ചിന്തകളിലേക്ക് നയിച്ചു. അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സമയത്ത് കൂടുതൽ ചിന്തകളിലേക്ക് ഇതിനെ മുമ്പോട്ട് പോവുകയുണ്ടായി. അതായത് നമുക്കൊരു മോളിക്യൂൾ നമുക്കറിയാം എല്ലാത്തരം സിസ്റ്റത്തിനകത്തും മോളിക്യൂൾസ് ഉണ്ട്. മോളിക്യൂൾസ് പലതരത്തിലുള്ള എനർജി ലെവലിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള മോളിക്യൂൾസ് പലതരത്തിലുള്ള എനർജി ലെവലിലാണ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ പലതരം എനർജി ലെവലിലേക്ക് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ എത്രത്തോളം മോളിക്യൂൾസാണ് ഉണ്ടാകപ്പെട്ടിരിക്കുന്നത്? എല്ലാ മോളിക്യൂളും, അതായത് നമ്മൾ പരിഗണിക്കപ്പെടുന്ന ഒരു ഓക്സിജൻ മോളിക്യൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ നൈട്രോജൻ മോളിക്യൂൾ ആണെങ്കിൽ ആ നൈട്രോജൻ മോളിക്യൂളിൻ്റെ എല്ലാ മോളിക്യൂളും ഒരേ എനർജി ലെവലിലാണോ ഇരിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഒരേ എനർജി ലെവലിൽ ഇരിക്കാൻ പറ്റുന്നില്ല? അവരെല്ലാവരും ഒരേ എനർജി ലെവലല്ലെന്നാണ് പലപ്പോഴും പറയപ്പെടുന്നത്. എന്തുകൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല? കൂടാതെ തന്നെ ഇവർ തമ്മിൽ പരസ്പരം പല എനർജി ലെവലുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം എനർജിയുടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ? ഇത്തരം പല ചോദ്യങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എന്ന് പറയുന്നത് കണ്ടെത്താനായിട്ട് പുതിയൊരു ശാഖ, പുതിയൊരു മേഖല തുറന്നു വരേണ്ടതായിട്ടുണ്ടായി.
അപ്പോൾ ഈ മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ ഒരാൾ ചോദിക്കാം, എന്താണ് ഇത്തരം മേഖലയെക്കുറിച്ച് സാർ, ഇവിടെ നമുക്കൊരു എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ ഈ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ 5 മോളിക്യൂളോ 10 മോളിക്യൂളോ ആണോ 15 മോളിക്യൂളാണോ എക്സ്പാൻഷന് കാരണമാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എന്തിനാണ് അറിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യമുണ്ടാകാം. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. കാരണം മോളിക്കുലർ ലെവൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ മോളിക്യൂൾസിൻ്റെ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് പലതരത്തിലുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരും. എനർജി മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ഇൻഫർമേഷൻസും. എന്തുകൊണ്ട് എല്ലാ മോളിക്യൂൾസും എനർജി സ്വീകരിക്കുന്നില്ല എന്ന് എങ്ങനെ പലതും. കുറച്ചുകൂടെ വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടി കുറച്ചുകൂടെ വിശ്വസിപ്പിക്കാനായി കുറച്ചും കൂടെ ഫിസിക്കലായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്കറിയാം ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന സ്ലൈഡിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പിക്ചർ. 2010-19 ഡേറ്റയാണ് കാണിച്ചിരിക്കുന്നത്. 1951-78 നിന്ന് എത്രത്തോളം ടെമ്പറേച്ചർ വേരിയേഷൻസ് നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണത് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും റെഡായ പോർഷൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഗ്ലോബൽ ടെമ്പറേച്ചർ ഉയർന്നിട്ടുണ്ട്. എന്താണ് ഗ്ലോബൽ ടെമ്പറേച്ചർ ഉയരാനായിട്ട് കാരണമെന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസിൻ്റെ എമിഷനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസിൻ്റെ എമിഷൻ ഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഭൂമി നിങ്ങൾക്കറിയാം, ഭൂമി എന്നത് ഏകീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റമാണെങ്കിലും ഭൂമി എന്നത് പല രാജ്യങ്ങളാൽ ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പല ഭരണകൂടങ്ങൾ ഭരിക്കപ്പെടുന്ന പലതരം ഡിവിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തു നിന്നും ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻസ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. 2019 എർത്ത് സയൻസസ് സിസ്റ്റംസ് സയൻസ് ഡേറ്റയിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത ഡേറ്റയാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. യൂണിയൻ ഓഫ് കൺസേൺഡ് സയൻറ്റിസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. യു ക്യാൻ ഓൾസോ ചെക്ക് ഇൻ ദിസ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. രണ്ടാമത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ഇന്ത്യയും റഷ്യൻ ഫെഡറേഷനും ബാക്കി ഇതിൽ കാണിച്ചിരിക്കുന്ന രാജ്യങ്ങൾക്ക് ശേഷം റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് സാധാരണ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ എന്ന് പറയുന്നത് 21% മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനായി ഈ രാഷ്ട്രങ്ങളോട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കാൻ പറഞ്ഞാൽ മതി. നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് വലിയൊരു പ്രോബ്ലമാണ് ഗ്ലോബൽ വാർമിംഗ്. ഹൗ ഗ്ലോബൽ വാർമിംഗ് ടേക്സ് പ്ലേസ്? Global warming takes place due to the carbon dioxide emission. How we can reduce the global warming? We can ask to those nations who are producing more carbon dioxide. അല്ലേ, അവർക്ക് റെഡ്യൂസ് ചെയ്യപ്പെടാനായിട്ട് അവരോട് ആവശ്യപ്പെടാം. സോ ദാറ്റ് ഇഫ് ദോസ് നേഷൻസ് ആർ റെഡ്യൂസിങ് ദെയർ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ദെൻ ഗ്ലോബൽ വാർമിംഗ് വിൽ റെഡ്യൂസ്. നമ്മളിവിടെ നമ്മളുടെ ഭൂമിയെ അഡ്രസ്സ് ചെയ്ത രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മളൊരു ഡേറ്റ എടുത്തു. ഈ ഡേറ്റ എടുത്തതിന് ശേഷം ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾക്കിതിനെ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓരോ ഏരിയ വൈസുള്ള ഡേറ്റ എടുത്തു. മോളിക്യൂൾസിൻ്റെ കേസിലും ഇത് നടക്കത്തില്ലേ? അതായത് നമ്മൾ ഈ കണ്ട ടൈപ്പിലുള്ള ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിനകത്തും ഇത്തരത്തിലുള്ള ഡേറ്റ നടക്കത്തില്ലേ? ഈ ഡേറ്റയെ നമ്മൾക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ലേ? അല്ലെങ്കിൽ ആ മോളിക്യൂളിൻ്റെ ഓവറോൾ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന സമയത്ത് ഈ മോളിക്യൂളിൻ്റെ ഓവറോൾ പ്രോപ്പർട്ടി ഈ മോളിക്യൂളിൻ്റെ ചില മോളിക്യൂൾസ് ഇന്ന എനർജി ലെവലിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ മോളിക്യൂളിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. എന്തുകൊണ്ട് അവർ ഇന്ന എനർജി ലെവലിൽ ഇരിക്കുന്നു? അതിന് കാരണം ഈ മോളിക്യൂളിൻ്റെ മറ്റ് ചില സ്വഭാവങ്ങളാണ്. ആ സ്വഭാവങ്ങൾ എവിടെ നിന്ന് വന്നു? സോ നമുക്ക് ശരിക്കും ലഭിക്കുന്നത് ഒരു മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റത്തിൻ്റെ കൃത്യമായ അനാട്ടമി നമുക്ക് കിട്ടും. കുറച്ചും കൂടെ മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാലാണ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോളിക്കുലർ ലെവലിൽ അതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു പ്രോബ്ലം ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരികയാണ്. ഹൗ വി ക്യാൻ അഡ്രസ് ദ സെയിം ഇൻ മോളിക്കുലർ ലെവൽ? ടേക്ക് എ സിസ്റ്റം വിത്ത് എനർജി 2H ഉള്ള ഒരു സിസ്റ്റം എടുക്കുക. അതിനകത്ത് 2 മോളിക്യൂളുണ്ട്, എയും ബിയും എന്ന് പറയുന്ന 2 മോളിക്യൂൾ ഉണ്ടെന്നിരിക്കട്ടെ. ഈ 2H എന്ന് പറയുന്നത് A+B, എയുടെയും ബിയുടെയും കൂടെ കൂടിച്ചേരലാണ് ശരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഈ ഒരു എനർജി കിട്ടുന്നത്. എയും ബിയും കൂടെ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് 2H സാധാരണയായി കിട്ടുന്നത്. പക്ഷേ വി ഡോണ്ട് നോ വെദർ വിച്ച് വൺ കോൺട്രിബ്യൂട്ട്സ് ടു ദ 2H, വെദർ എ കോൺട്രിബ്യൂട്ട്സ് or whether B contributes or both contributes. എയും ബിയും കൂടെ ചേർന്നിട്ടാണോ 2H കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. സോ വി ക്യാൻ ഗസ് ഇറ്റ്. നമുക്കിവിടെ ഗസ് ചെയ്യാം.
എങ്ങനെ ഗസ് ചെയ്യാനായിട്ട് സാധിക്കും? 2H എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മോളിക്യൂൾ 0H ബി എന്ന മോളിക്യൂൾ 2H പൊസസ് ചെയ്യുന്നതാകാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 2H എനർജി കിട്ടുന്നത്. അല്ലെങ്കിൽ എ എന്ന് പറയുന്ന മോളിക്യൂളിലാണ് 2H എനർജിയും ബി എന്ന് പറയുന്ന മോളിക്യൂളിന് 0H എനർജിയും ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി 2H ആകുന്നത്. അല്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസിനും ഓരോ H എനർജി വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ എനർജി എന്ന് പറയുന്നത് 2H ആകുന്നത്. വാട്ട് എവർ ബി ദ തിങ്, we can observe that there is a distribution of energy. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമുക്കവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി മൂലം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച ടേം അതാണ്, ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? there is a possibilities, this kind of possibilities or probabilities are there to distribute energy. എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടി, രണ്ട് മോളിക്യൂളും തമ്മിൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്രയധികം പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോളിക്യൂളിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ മോളിക്യൂളിനെയും പിക്ക് ചെയ്തതിനു ശേഷം ഇന്നതാണ് എനർജി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് മറ്റൊന്ന് സാധിക്കും, അതായത് ഓരോ മോളിക്യൂളിൻ്റെയും എനർജി ഇന്നതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് രണ്ട് H എനർജിയെ നമുക്ക് എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന മോളിക്യൂൾ, എ ബി എന്ന് പറയുന്ന മോളിക്യൂളിനകത്ത് നമുക്ക് മൂന്ന് രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് കൈൻഡ് ഓഫ് ഐഡിയ ഈസ് നോട്ട് ന്യൂ. ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുതിയതല്ല. അതിന് മുൻപേ അത്തരം ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയ എന്ന് പറയുന്നത് ശരിക്കും 1500കളിലും 1600കളിലും ഉണ്ടായ മറ്റൊരു ശാഖയുമായിട്ട്, മറ്റൊരു മാത്തമാറ്റിക്കൽ ശാഖയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിനും പഴക്കമുണ്ട് ആ ശാഖയ്ക്ക്. പക്ഷേ റിട്ടൺ ആയിട്ട് നമ്മളുടെ കയ്യിൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത്തരം കാലഘട്ടങ്ങളിലുള്ളതാണ്. അതായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതൊരു സ്റ്റണ്ണിങ് ഐഡിയ ആണ് അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അതൊരു സ്റ്റണ്ണിങ് ഐഡിയയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെ ലുഡ്വിഗ് ബോൾട്സ്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ, ചിന്തയിൽ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ഇതിനെക്കുറിച്ച് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ശരിക്കും റിലേറ്റിവിറ്റി തിയറിയെ പോലെയോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയെ പോലെയോ അല്ലെങ്കിൽ പലതരത്തിൽ ക്വാണ്ടം ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചുള്ള തിയറികളെ പോലെയോ അങ്ങനെ പലതരത്തിലുള്ള തിയറികളെ പോലെ തീർച്ചയായിട്ടും ശാസ്ത്രത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ ജീനിയസിൻ്റെ ഒരു ചിന്തയായിട്ട് കണക്കാക്കാൻ പറ്റും. ലുഡ്വിഗ് ബോൾട്സ്മാനെ കുറിച്ച് പറയുന്ന സമയത്ത് ലുഡ്വിഗ് ബോൾട്സ്മാൻ്റെ കാലഘട്ടം 1844 മുതൽ 1906 വരെയാണ്. ബോൾട്സ്മാൻ എങ്ങനെയാണ് ഈ ചിന്തകൾ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ബോൾട്സ്മാൻ്റെ ജീവചരിത്രത്തിനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും. ബോൾട്സ്മാൻ അദ്ദേഹത്തിൻ്റെ PhD ചെയ്തത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് അദ്ദേഹം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. 1870 മുതൽ 1875 വരെയുള്ള സമയത്ത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എങ്ങനെ അറ്റോമിക് തിയറി അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അറ്റോമിക് തിയറി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇന്നത്തെ കാലത്ത് ക്വാണ്ടം മെക്കാനിക്കൽ വേയിലൂടെ ഉണ്ടായ അറ്റോമിക് തിയറിയെക്കുറിച്ചല്ല അദ്ദേഹം ചിന്തിച്ചത് അതിനു മുൻപ് വളരെ കാലങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന അറ്റോമിക് തിയറി, ഡാൾട്ടൻ്റെയും മറ്റും കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അറ്റോമിക് തിയറി എങ്ങനെ ഇതിനകത്തേക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹം 1872 മുതൽ 1875 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പുതിയ സിദ്ധാന്തം, പുതിയ ഐഡിയ ഉണ്ടാക്കിയെടുത്തു. അതായത് ഏതൊരു വസ്തുവിനെ കുറിച്ചുമുള്ള തെർമോഡൈനാമിക്കൽ പാരാമീറ്ററുകളും എൻട്രോപ്പി എന്ന് പറയുന്ന അവസ്ഥയും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായി ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ അത് പ്രപഞ്ചത്തിലെ എല്ലായിടത്തും അത് തന്നെയാണ്. അത് ഇവിടെ മാത്രമല്ല, അത് ഭൂമിയിൽ മാത്രമല്ല, അത് പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലെടുത്താലും ഇത്തരത്തിലുള്ള എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻറ്റൈറ്റിയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻറ്റൈറ്റിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അന്ന് വരെ അറിവുണ്ടായിരുന്ന പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള മാക്രോസ്കോപ്പിക്കും മൈക്രോസ്കോപ്പിക്കുമായിട്ടുള്ള സ്റ്റേറ്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ലോകവും മാക്രോസ്കോപ്പിക് ലോകത്തിനെ കുറിച്ചുള്ള ഒരു ബ്രിഡ്ജ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ തിയറം അദ്ദേഹം അപ്ലൈ ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. പക്ഷേ അതിനു മുൻപേ നമ്മൾ മറ്റൊന്നറിയേണ്ടതുണ്ട്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എല്ലായിടത്തുമുണ്ട്. നമ്മളിപ്പോൾ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഇലക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണുകയുണ്ടായി. അതിനിടയിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. എക്സിറ്റ് പോൾ എന്നറിയപ്പെടുന്ന എക്സിറ്റ് പോളുകൾ പലതരത്തിലുള്ള ന്യൂസ് ചാനലുകളിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി.
ന്യൂസ് ചാനലുകളിൽ വരുന്ന ഈ എക്സിറ്റ് പോളുകൾ പലതരത്തിലുള്ള അനാലിസിസിനെ വിധേയമാക്കിയിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്ത് നിന്നും വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ആൾക്കാരെ ഉപയോഗിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളെ രൂപപ്പെടുത്തി അതിൽ നിന്നും അവർ അതിനു മുമ്പ് ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യും, ഒരു സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യും. വലുതോ ചെറുതോ ആയിട്ടുള്ള ഒരു സാമ്പിൾ സൈസ് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യർ, കുറേയധികം മനുഷ്യർ, അത് 27,000-ഓ 30,000-ഓ അങ്ങനെ എന്തെങ്കിലും കണക്കുകൂട്ടലുകളിൽ അവരുടേതായിട്ടുള്ള ആർഗ്യുമെൻറ്റിലൂടെ അവരൊരു സാമ്പിളിനെ എടുക്കുകയുണ്ടായി. ആ സാമ്പിളിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട്, ആ സാമ്പിളിൻ്റെ അനാലിസിസ് വെച്ചിട്ട് അവരൊരു പ്രഡിക്ഷൻ നടത്തും. ദിസ് വിൽ ഹാപ്പൻ ലൈക്ക് ദിസ്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലായിടത്തും ഒരു പ്രഡിക്ഷനാണ്. അതായത് ഇത് നടക്കാൻ സാധ്യതയുണ്ട്, നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് പ്രോബബിലിറ്റി തിയറി. പ്രോബബിലിറ്റി എന്നുള്ളത് നമുക്കറിയാം, സാധ്യത. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു, നമ്മളൊരു ഡൈ നമ്മൾ ത്രോ ചെയ്യുന്നു, എന്തുമായിക്കോട്ടെ, വാട്ട് എവർ വി ദ തിങ്, ദർ ഈസ് എ പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. We know that there is head and tail. Only two possibilities. ഹെഡും ടെയിലും മാത്രമേ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. ഒരൊറ്റ കോയിൻ മാത്രമേ നമ്മൾ ടോസ് ചെയ്യുന്നുള്ളൂ എന്നിരിക്കട്ടെ. 1 മുതൽ 6 വരെ, 1 to 6, 1 മുതൽ 6 വരെയുള്ള മുഖങ്ങൾ അല്ലെങ്കിൽ ഫേസസ് മാത്രമേ ഒരു ഡൈസിനുണ്ട് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ആൻഡ് സോ വെൻ വി ആർ ടോസിങ് എ കോയിൻ, നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ഒരു കോയിൻ്റെ ഹെഡോ അല്ലെങ്കിൽ ടെയിലോ വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആണ്. നമുക്കൊരു ഡൈ നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 6 ഫേസസിൽ 1 വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/6 ആണ്. So that is the probability. Probability theory is concerned with predicting statistical outcomes. അത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. പ്രോബബിലിറ്റി തിയറി അതിനെക്കുറിച്ചാണ് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്കംസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എങ്ങനെ നമ്മളുടെ മോളിക്കുലർ ലെവലിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനുള്ളത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോബബിലിറ്റിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹെഡും ടെയിലും, നമ്മളിപ്പോൾ പറഞ്ഞ ഡൈസിൻ്റെ എക്സ്പെരിമെൻറ്റ്, ഇതിനെ എല്ലാത്തിനെയും നമുക്ക് കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് നിർവചിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗിവൺ NS mutually exclusive equally likely points in a sample space with any of these points corresponding to the random event A, then the probability is P of A is equal to NE/NS. എന്താണ് ഇവിടെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് നിങ്ങൾ ചെയ്യുന്നു എന്നിരിക്കട്ടെ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യുന്ന ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻ്റാണ്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ദർ ഇസ് നോ 2 ഔട്ട്കംസ് ക്യാൻ ഒക്കർ സൈമൾട്ടേനിയസ്ലി ഇൻ എ സിംഗിൾ സാമ്പിൾ സ്പേസ്. ഒരു സിംഗിൾ സാമ്പിൾ സ്പേസിൽ 2 കാര്യങ്ങൾ, അതായത് നമ്മൾ ഇവിടെ കോയിൻ ടോസ് ചെയ്താൽ ഹെഡോ ടെയിലോ വീഴാനേ സാധ്യതയുള്ളൂ. ഹെഡും ടെയിലും ഒരേപോലെ അതിനകത്ത് വീഴുകയില്ല. അപ്പോൾ സിംഗിൾ സാമ്പിൾ സ്പേസിൽ നമുക്ക് ഹെഡും ടെയിലും ഒരേപോലെ വീഴാത്ത തരത്തിലുള്ള, അതായത് 2-ൽ 1 പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ 6 ആണെങ്കിൽ 6-ൽ 1 പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സാധ്യതകൾ മാത്രമേ അതിനകത്തേക്ക് സംഭവിക്കുകയുള്ളൂ, 2 ഔട്ട്കം അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. എന്താണ് സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്കൂറൻസസ് ആണ്. ഒക്കൂറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സാധ്യതയുണ്ട്. നമുക്ക് കോയിൻ ടോസിങ് എന്ന് പറയുന്നതിന് 2 മുഖം മാത്രമേ ഉള്ളൂ, അതായത് 2 ഒക്കൂറൻസ് മാത്രമേ ഉള്ളൂ. ഡൈറ്റ് ത്രോയിങ് എന്ന് പറയുന്നതിനകത്ത് 6 മുഖങ്ങളേ ഉള്ളൂ, അതായത് 6 ഒക്കൂറൻസ് മാത്രമേ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി NE/NS എന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. NE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പോയിന്റ്, അത് ഹെഡാകാം, ടെയിലാകാം, 1 to 6 ആകാം, വാട്ട് എവർ ബി ദ തിങ്, അതാണ് നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത്. റാൻഡം ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സംഭവം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് ആ ഇവന്റ് ഒരു റാൻഡം ഇവന്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രെയിം വർക്കിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, നമുക്കിതിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു കാർഡ് കളിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 52 പോക്കർ പ്ലേയിങ് കാർഡ്സിനെ കുറിച്ച്. കാർഡിനകത്തുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാമെന്നുള്ളതാണ് വിപ്പ്. അറിയാൻ മേലാത്തവർ ഇതൊന്ന് നോക്കുക.
ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എയ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണ് ഒരു 52 കാർഡിൻ്റെ പ്ലേയിലുള്ളത്. ഒരു എയ്സിനെ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കാം? നമ്മൾക്കറിയാം, നമ്മൾ നേരത്തെ കാര്യം വെച്ചുകൊണ്ട് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് ആൻഡ് എയ്സ് ഫ്രം 1 സെറ്റ് ഓഫ് 52 കാർഡ്സ് ഈസ് ഈക്വൽ ടു 4/52. നത്തിങ്. 4/52 ആണ്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 1/13 എന്ന് എഴുതാൻ സാധിക്കും. ഇനി ഇതിനകത്ത് നിന്ന് പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് എ കിങ് ആൻഡ് എ ക്യൂൻ ഫ്രം 1 സെറ്റ് ഓഫ് 52 കാർഡ്സ്, ഈ 52 കാർഡിൽ നിന്ന് ഒരു കിങ്ങിനെയും ഒരു ക്യൂനിനെയും ഒരേ സമയം എടുക്കാനായിട്ടുള്ള സാധ്യത എത്രയാണ്? ഒരു കിങ്ങിനെയും ക്യൂനിനെയും എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് എ കിങ് ആൻഡ് ക്യൂൻ ഫ്രം 1 സെറ്റ് ഓഫ് 52 കാർഡ്സ് ഈസ് 4/52 പ്ലസ് 4/52 ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദ ടോട്ടൽ പ്രോബബിലിറ്റി. അതായത് 52 കാർഡുകളിൽ നിന്ന് 4 എണ്ണം എടുക്കാനാണ് സാധ്യത. 2 പ്രാവശ്യമായി 4, ആദ്യം ഒരു 4-1, രണ്ടാമത് 4-1 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ആണുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് എ കിങ് ആൻഡ് ക്യൂൻ ഫ്രം ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് 52 കാർഡ്സ്. 52 വ്യത്യസ്തമായിട്ടുള്ള കാർഡുകൾ, അതായത് ഇവിടെ 52 കാർഡുണ്ട്, ഇതുപോലെ 52 കാർഡുകളും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എടുത്തു നിന്ന് നമുക്ക് ഒരു കിങ്ങിനെയും ക്യൂനിനെയും നമുക്ക് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4/52 ഇൻറ്റു 4/52, അതായത് 1/13 ഇൻറ്റു 1/13 എന്ന് നമുക്ക് വരും. കാരണം ഇതാണ് നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊരു 2 ഇവൻ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് എ ക്യൂൻ, കിങ് ആൻഡ് ക്യൂൻ ഫ്രം ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് 52 കാർഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഇവൻ്റ് ആണ്, 2 സെറ്റാണ്, 2 ഡിഫറെൻറ്റ് സെറ്റാണ്. ആ 2 ഡിഫറെൻറ്റ് സെറ്റിൽ നിന്ന് എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനുമാണ്. 2 ഒരേ സെറ്റിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അതേ പ്ലസ് അതായിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവിനെ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഇവൻ്റ് ഈസ് നോൺ ആസ് മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ്. In statistical mechanics, we will see mutually exclusive events and mutually independent events. ഒരു പ്രശസ്തമായിട്ടുള്ള ഡയഗ്രം, മാത്തമാറ്റിക്കലി വളരെ പ്രശസ്തമായിട്ടുള്ള ഡയഗ്രത്തിൽ ഒന്നാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. പ്രശസ്തമായിട്ടുള്ള വെൻ ഡയഗ്രം വെച്ചുകൊണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവും മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇതാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എയും ബിയും ആൻഡ് മ്യൂച്വലി, അതായത് ഒരു സാമ്പിൾ സ്പേസിനകത്ത്, പക്ഷേ ഒരേ സാമ്പിൾ സ്പേസിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും അവ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ മനസ്സിലാക്കാൻ, കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഐഡിയാസ് മനസ്സിലാക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പോകാം. ഞാനിനി എടുക്കാനായിട്ട് പോകുന്നത് ഒരു 4 പന്തുകളാണ്. ABCD എന്ന ഇപ്പോൾ പിക്ചറിൽ കാണുന്ന 4 പന്തുകൾ. ഞാൻ ഈ 4 പന്തുകളെയും ഒരു കൂടയിലേക്ക്, ഞാനിവിടെ ഒരു കൂട പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോക്സിലേക്ക് ഞാൻ 4 പന്തുകളെയും വെക്കുന്നു. ഒന്നാമത്തെ പന്തിനെ ഞാൻ വെച്ചു A എന്ന് പറയുന്ന പന്തിനെ, രണ്ടാമത്തെ പന്തിനെ ഞാൻ വെച്ചു B എന്ന് പറയുന്ന പെയിൻറ്റിനെ, മൂന്നാമത്തെ പന്ത് ഞാൻ അതിനകത്തേക്ക് കൊണ്ടുവന്നു D, നാലാമത്തെ പന്ത് ഞാൻ അതിനകത്തേക്ക് കൊണ്ടുവന്നു D. How many ways I can take these from the box or I can arrange it into the box? എത്ര രീതിയിൽ എനിക്ക് ഈ ബോക്സിനകത്തേക്ക് ഈ പന്തുകളെ ഇടാനായിട്ട് സാധിക്കും? 4 പന്തുകളാണ് എനിക്കുള്ളത്. എന്നോട് യാതൊന്നും പറഞ്ഞിട്ടില്ല 4 പന്തുകളെ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. 4 പന്തുകളാണുള്ളത്. 4 പന്തുകളെ എനിക്ക് പലതരത്തിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. 4 പന്തുകളിൽ നിന്ന് ആദ്യം ഞാൻ 4 പന്തുകളെയും സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ 4 പന്തുകളുമുണ്ട്. I have 4 different kinds of balls. ദെൻ ഞാൻ ഒന്നാമത്തെ പന്തിനെ എടുത്ത് അതിനകത്ത് ഇട്ടു. അത് A ആകാം, B ആകാം, C ആകാം, D ആകാം. തൽക്കാലം ഞാൻ A എന്ന് ചിന്തിക്കുന്നു. A എടുത്തിട്ടു. പിന്നെ എൻ്റെ മുൻപിൽ 3 പന്തുകൾ മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ കയ്യിലുള്ള 3 പന്തുകളിൽ ഒന്നിനെ ഞാൻ എടുത്ത് അതിനകത്തേക്ക് ഇടുന്നു. ഓക്കെ, അത് B ആകാം, C ആകാം, D ആകാം. ഓക്കെ, ദെൻ മൂന്നാമത് ഞാൻ 3 പന്തിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് ഞാൻ അതിനകത്ത് 2 പന്തിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് അതിനകത്തേക്ക് ഇടുന്നു. അത് C ആകാം, D ആകാം, വാട്ട് എവർ ബി ദ തിങ്, റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ അവസാനം ഞാൻ അവസാനത്തെ പന്തിനെയും എടുത്തിരിക്കുന്നു. അതായത് എനിക്ക് ഈ ഇവൻറ്റിൽ എനിക്ക് എങ്ങനെയൊക്കെ ഈ പന്തുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും? 24 ഡിഫറെൻറ്റ് വേസിൽ എനിക്ക് ഈ പന്തുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 24 ഡിഫറെൻറ്റ് വേസിൽ എനിക്ക് ഈ പന്തുകളെ ഇതിനകത്തേക്ക് ഇടാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു പന്തിനെ ഒരു സമയത്ത് എടുക്കാനായിട്ട് സാധിക്കും.
ആൻഡ് ദാറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളിതിനെ പറയുന്ന പേരാണ് നമ്മൾ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്നതിനെ നമ്മൾ സാധാരണയായി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ ഫാക്ടോറിയൽ എന്നാണ് നമ്മൾ ആ അറേഞ്ച്മെൻറ്റിനെ പറയുന്നത്. അതായത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് n ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എറ്റ്സെട്ര നമുക്ക് എത്ര വരെയാണോ വരുന്നത് അത്രയും വരെ. ഓക്കെ, ദാറ്റ് ഈസ് ദ എറ്റ്സെട്ര അപ് ടു 1 വരെയാണ് നമ്മൾ സാധാരണയായി n ഫാക്ടോറിയൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നൗ this is a simple thing. I can pick a ball and add that ball in a box. Okay, this is a simple way. There is a random selection. I have selected randomly, but some of the guy come to me and those guy asked me that you just pick that ball from one ball. ബോൾസ് ഫ്രം ദ ബോക്സ്. നിങ്ങൾ ബോൾ ആ ബോക്സിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു കണ്ടീഷൻ തരുന്നുണ്ട്. യു ജസ്റ്റ് പിക്ക് 2 balls അറ്റ് എ ടൈം ഫ്രം ദ ബാസ്ക്കറ്റ്. ഒരു സമയത്ത് നിങ്ങൾക്ക് 2 ബോൾസ് എടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും? നമുക്ക് 2 രീതിയിലാണ് ഇതിനെ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് എ എടുക്കുന്ന സമയത്ത് എയും ബിയും ഞാൻ എടുക്കുന്ന സമയത്ത് സിയും ഡിയും കൂടെ അവശേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ സാധ്യത എയും ബിയും ഞാൻ എടുത്തു. പിന്നെ എനിക്കുള്ളത് സിയും ഡിയും അതിനകത്തുണ്ട്. പിന്നെ സിയും ഡിയും എടുക്കുക എന്നുള്ളതാണ്. ഇനി എനിക്ക് വേറെ രീതിയിൽ എടുക്കാം, എയും സിയും എടുക്കാം. ആ സമയത്ത് ഡിയും ബിയും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബിയും ഡിയും അവൈലബിൾ ആണ്. രണ്ടാമത് എനിക്ക് ബിയും ഡിയും എടുക്കാം. ഇനി എനിക്ക് എടുക്കാവുന്ന രീതി എന്ന് പറയുന്നത് എയും ഡിയും എടുക്കാം. And remaining B and C are there, then second I can take a B and C. Different kinds of ways I can take balls from the ഏത് രീതിയിൽ, പല രീതികളിൽ എനിക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഏത് രീതിയിൽ എടുക്കണ്ട എന്നുള്ളതിനെക്കുറിച്ചും കൺസിഡർ ചെയ്തുകൊണ്ട് 2 രീതിയിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതായത് ആദ്യത്തേത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത്തതിലേക്ക് പോകാം. അതായത് എയും ബിയും നമ്മൾ എടുക്കുന്നു എന്നിരിക്കട്ടെ. എയും ബിയും ഞാൻ എടുക്കുന്ന സമയത്ത് എയും ബിയും കൂടെ എനിക്ക് ഒരുമിച്ചെടുക്കാം, എയും സിയും കൂടെ എനിക്ക് ഒരുമിച്ചെടുക്കാം, എയും ഡിയും കൂടെ എനിക്ക് ഒരുമിച്ചെടുക്കാം. അതുപോലെ ബിയും എയും കൂടെ എനിക്ക് ഒരുമിച്ചെടുക്കാം, ബിയും സിയും. എയും ബിയും എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രീതിയിൽ എനിക്ക് എടുക്കാം, അല്ലെങ്കിൽ ബിയും എയും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് എനിക്ക് പോയി എടുക്കാം. ബിയും സിയും എടുക്കാം, ബിയും ഡിയും എടുക്കാം. സി എ എന്നുള്ള രീതിയിലെടുക്കാം, സി ബി എന്നുള്ള രീതിയിലെടുക്കാം, സി ഡി എന്ന് പറയുന്ന രീതിയിലെടുക്കാം, ഡി എ എന്ന് പറയുന്ന രീതിയിലെടുക്കാം, ഡി ബി എന്ന് പറയുന്ന രീതിയിലെടുക്കാം, ഡി സി എന്ന് പറയുന്നത്. അതായത് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റിനെ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഇവൻറ്റ് എയും ബിയും ഞാൻ എടുത്താലും പിന്നെ എയും ബിയും ഞാൻ എടുത്തു, എന്നിട്ട് അത് അതിനകത്തേക്ക് ഇട്ടു എന്നിരിക്കട്ടെ. അതിനുശേഷം ഞാൻ ബിയും എയുമായിട്ടും എടുത്തു കഴിഞ്ഞാൽ അതും ഒരു അറേഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അതും അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ എനിക്ക് എടുക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത് വേറൊരു രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാം. അതായത് വിതൗട്ട് ടേക്കിംഗ് കൺസിഡറേഷൻ ഓഫ് ദ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്. ഈ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ എനിക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബി എ ക്യാൻസൽ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് സി എ ക്യാൻസൽ ചെയ്യാം, സി ബി ക്യാൻസൽ ചെയ്യാം, എനിക്ക് ഡി എ ക്യാൻസൽ ചെയ്യാം, എനിക്ക് ഡി ബി ക്യാൻസൽ ചെയ്യാം, എനിക്ക് ഡി സി ക്യാൻസൽ ചെയ്യാം. അതായത് ഞാൻ ഇവിടുത്തെ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് 1 2 3 4 into 3 12 ways of arrangements are possible for me. Okay, if I am not considering the order of arrangement, ഞാനിവിടെ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും എടുത്തു കഴിഞ്ഞു, പിന്നെ ബിയും എയും എന്നെടുക്കുന്നതിനെ കുറിച്ചുള്ള പ്രസക്തിയില്ല. ബിയും എയും എടുത്താലും എയും ബിയും തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് എനിക്ക് പ്രസക്തി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ എടുക്കാൻ പറ്റുന്നത് 1 2 3 4 5 6 വേസിൽ എനിക്ക് അതിനെ എടുക്കാനായിട്ട് സാധിക്കും. Okay, now this is known as permutation.
ഇതിനെയാണ് നമ്മൾ എന്ത് പേര് അറിയപ്പെടുന്നത്? പെർമ്യൂട്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ബൈ ടേക്കിംഗ് കൺസിഡറേഷൻ ഓഫ് ദ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്. നമ്മൾ ഒരു ഇവൻറ്റിൽ നിന്ന് വസ്തുക്കളെ എടുക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളെ എടുക്കുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് അനദർ വൺ ഈസ് കോമ്പിനേഷൻസ്. കോമ്പിനേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ടേക്കിംഗ് ഇവൻറ്റ്സ് ഓർ വി ആർ ഡൂയിങ് സം ഇവൻറ്റ്സ് ഇൻ എ സിസ്റ്റം. നമ്മൾ ഒരിടത്ത് ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷേ അവിടെ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ യാതൊരു കൺസിഡറേഷനും ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനെ പറയാൻ സാധിക്കുന്നതാണ് കോമ്പിനേഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസിലേക്ക് നമുക്ക് പോകാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. What is meant by permutation? Permutation means the arrangements of events. പക്ഷേ combination is not arrangements of events. It's a formation of groups. ഗ്രൂപ്പുകളുടെ ഫോർമേഷനെയാണ് കോമ്പിനേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. Then the permutation is different arrangements which can be made out of a given number of distinguishable objects, taking some or all at a time. നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് വിച്ച് ക്യാൻ ബി മെയ്ഡ് ഔട്ട് ഓഫ് എ ഗിവൺ നമ്പർ ഓഫ് ഡിസ്റ്റിങ്വിഷബിൾ ഒബ്ജക്ട്സ് ബൈ ടേക്കിംഗ് സം ഓർ ഓൾ അറ്റ് എ ടൈം. അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സിന് ഒരെണ്ണമോ ഒന്നിലധികമോ എണ്ണോ എടുത്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചാണ് പെർമ്യൂട്ടേഷൻസ് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വിച്ച് ക്യാൻ ബി മെയ്ഡ് ഔട്ട് ഓഫ് എ ഗിവൺ നമ്പർ ഓഫ് മ്യൂച്വലി ഡിസ്റ്റിങ്വിഷബിൾ ഒബ്ജക്ട്സ് ബൈ ടേക്കിംഗ് സം ഓർ ഓൾ അറ്റ് എ ടൈം സച്ച് ദാറ്റ് ദ ഓർഡർ ഓഫ് ദെയർ പ്ലേസ്മെൻറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇതിൻ്റെ ഓർഡർ ഓഫ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ആണ് അവിടെ നടക്കുന്നത്. ഇത്തരം ഗ്രൂപ്പുകളുടെ ഫോർമേഷനകത്ത് നമ്മൾ ഓർഡറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, വെദർ ദേ ആർ ഫോമിങ് എ ഗ്രൂപ്പ് ഓർ നോട്ട്. ഫോർ ആൻ ഇവൻ നമുക്കൊരു ഇവൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഇവൻറ്റിനകത്ത് എത്രത്തോളം പെർമ്യൂട്ടേഷൻ ഉണ്ട്, എത്രത്തോളം കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട്. The first one is to find out the permutation Pnm is equal to n factorial minus n minus m factorial. That is, for in this case, ഇവിടെ നമുക്ക് കേസിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഇവൻറ്റിൻ്റെ പെർമ്യൂട്ടേഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് 4p2 എന്ന് നമ്മൾ എഴുതുന്നു. നാല് ഇവൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ 4 ഒബ്ജക്ട്സ് ഉണ്ട്. അതിനകത്തുനിന്ന് 2 എണ്ണമാണ് ഒരു സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് അലൗഡ്. അതായത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. And when we are cancelling these 2 factorial, we will get a 12 as the result. And in the case of combinations, you can see that this is the formula n factorial divided by n minus m factorial into m factorial. And in this case, we can see that this is combination. We are representing by the letter Z, capital Z, and 4Z2. 4Z2 is equal to 4Z2. That is equal to 4 ways. 4 objects are there. Those 4 objects can be arranged in 4 ways. And there is a restriction that we are taking 2 only. That is 4 minus 2 factor into, that is there is a 2 factorial. We have to multiply it, then 4 factorial divided by 2 factorial into 2 factorial. And this 4 factorial must be 4 into 3 into 2 factorial. 2 factorial term will go. This 2 and 2 will go. 2 into 3, that is equal to 6. And that is 6 ways we can arrange and 12 ways we can arrange. Okay. Now, this is permutations and combinations. Now we are going to some other problems, some big problems. Okay. Next we can see some of the big problems.